ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്താൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണ്. ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും താഴാൻ കഴിയുന്നത് ദൈവവചനപ്രകാരം അത് ഒരു എളിമയാണ്. കർത്താവിൻ്റെ വചനത്തിൽ പല ഭാഗത്തും പറഞ്ഞിരിക്കുന്നു, ദൈവം നിഗളിയോടുകൂടി എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ദൈവത്തിന് മുമ്പിൽ തീർച്ചയായും താഴണം. ഈവൻ മനുഷ്യരുടെ മുമ്പിൽ, ഞാൻ പറഞ്ഞത് എല്ലാവരുടെയും മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നാം എവിടെയെല്ലാം താഴാൻ ദൈവം ആഗ്രഹിക്കുന്നു അവിടെയെല്ലാം നാം താഴണം. അധികാരികളുടെ മുമ്പിൽ നാം താഴണം. മാതാപിതാക്കളുടെ മുമ്പിൽ നാം താഴണം. ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തരുടെ മുമ്പിൽ നാം താഴണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വചനങ്ങൾക്ക് മുമ്പിൽ നാം നമ്മെ തന്നെ താഴ്ത്തണം. അവൻ നമ്മെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കരുത്തിന് കീഴിൽ താണിരിപ്പീനും ദൈവത്തിന്റെ വചനമുണ്ട്. ദൈവം നമ്മെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കരുത്തിന് കീഴിൽ താണിരിപ്പീൻ. കർത്താവിന് സ്തോത്രം. താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാണെന്ന് ദൈവവചനത്തിൽ നമ്മെ ഓർപ്പിച്ച് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം നാം വായിക്കുമ്പോൾ, അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പത്രോസ് തന്നെ താഴ്ത്തുന്നതായിട്ട് കാണാം. പത്രോസ് അപ്പോസ്തലൻ തന്നെ താഴ്ത്തുന്നു. എങ്ങനെയാണ് താഴ്ത്തിയത്? നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ചിലർ ഒന്നും കിട്ടിയില്ലെങ്കിലും പറയും കുറച്ചൊക്കെ കിട്ടിയെന്ന്. ചിലർ ഒന്നുമില്ലെങ്കിലും പറയും ഒത്തിരി ഉണ്ടെന്ന്. അത് പൊങ്ങച്ചമാണ്. ഉള്ളതുപോലെ പറയാൻ കഴിയുക. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉള്ളതുപോലെ നാം അംഗീകരിച്ച് നമ്മെ തന്നെ താഴ്ത്തി പറയാൻ കഴിയുക, അത് ഒരു മഹാഭാഗ്യമാണ്. നാം നമ്മെ തന്നെ താഴ്ത്തണം. കർത്താവിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. വ്യക്തിപരമായ ജീവിതത്തിലും ദേശത്തിലും കുടുംബത്തിലും ഔദ്യോഗിക ജീവിതത്തിലെല്ലാം നമുക്ക് കാതലായ മാറ്റം വരണമെങ്കിൽ ഒന്നാമത് നാം ചെയ്യേണ്ടത് നമ്മെ തന്നെ താഴ്ത്തുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തിൽ അഭിമാനിക്കാനുണ്ട്? എന്തിൽ അഹങ്കരിക്കാനുണ്ട്? എല്ലാം ദൈവത്തിൻ്റെ ദാനമല്ലേ. എത്ര ഉന്നതനെന്ന് തോന്നുന്നവനും എത്ര ചങ്കൂറ്റമുള്ളവനും ഒരു സെക്കൻഡ് മതി അവൻ്റെ ജീവിതം തീരാൻ. ജനിച്ച കാലം മുതൽ, ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്ന സമയം മുതൽ, അവയവങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്ന സമയം മുതൽ, ആന്തരിക അവയവങ്ങൾ പ്രവർത്തനക്ഷമമാകുന്നത് മുതൽ ഹാർട്ട് ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്നതായ ഹാർട്ട് ഒരല്പം നേരത്തേക്ക് പണി മുടക്കിയാൽ അത്രയേ ഉള്ളൂ മനുഷ്യജീവിതം. അത്രയേ ഉള്ളൂ. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ മനുഷ്യന് അല്പം ഒരു എളിമയും അല്പം ദൈവബോധവും ഒക്കെ ഉള്ളൊരു കാലമായിരുന്നു. പക്ഷെ അതൊക്കെ മാറി തുടങ്ങി. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നരച്ചിരിക്കാത്ത സമയത്ത് പെട്ടെന്ന് ആളുകൾ മരിച്ചു വീഴുന്നു. നല്ല ആരോഗ്യമുള്ളവര്, നല്ല ചുറുചുറുക്കുള്ളവര് അനേകായിരങ്ങൾ കടന്നുപോയ സമയത്ത് നാം എല്ലാം ചിന്തിച്ചു, ജീവിതം എത്രയേ ഉള്ളൂ. അന്നൊരു എളിമയുണ്ടായിരുന്നു. അന്നൊരു ദൈവസന്നിധിയിൽ എളിമപ്പെടുന്ന ദൈവമേ എന്നുള്ള ദൈവവിചാരം ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ പയ്യെ മാറി ഇന്ന് മനുഷ്യൻ നോർമലായി പഴയപടി ഓടിത്തുടങ്ങി. ദൈവമാര്, ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ദൈവത്തെപ്പോലും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ളതായ ചിന്തകളും വാക്കുകളും പ്രവർത്തനങ്ങളും. എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയേ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എത്ര ഉറച്ചു നിന്നാലും നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ആദരവ് ലഭിച്ചിരുന്ന നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം, അദ്ദേഹം ആദരണീയനായ വ്യക്തിയായിരുന്നു. ലോകം മുഴുവൻ ആദരിച്ചൊരു വ്യക്തിയായിരുന്നു. പക്ഷേ തൻ്റെ അവസാനത്തെ പ്രസംഗത്തിൽ നിൽക്കുമ്പോൾ, ആ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കുഴഞ്ഞു വീണു. ഇന്ത്യയുടെ 1ാമത്തെ പൗരനായിരുന്നു. പക്ഷേ രോഗത്തിന് അതൊന്നും വിഷയമല്ല. പ്രിയപ്പെട്ടവർ, എത്രയേ ഉള്ളൂ ജീവിതം. ഇന്ത്യയുടെ 1ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, അദ്ദേഹം പ്രധാനമന്ത്രിയായതിനു ശേഷം ഡൽഹിയിൽ നിന്നും മദ്രാസിൽ വന്ന് അദ്ദേഹം തിരക്കിട്ട് മടങ്ങിപ്പോകുന്നതിന് മുമ്പ്
പത്രപ്രവർത്തകർ അദ്ദേഹത്തെ വളഞ്ഞു. അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് ഇന്ന് വീരനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, എന്നാൽ അങ്ങയുടെ ഈ കാലാവധി കഴിയുമ്പോൾ അങ്ങ് ആരെയാണ് അടുത്ത പ്രധാനമന്ത്രിയെ വളർത്തിക്കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നത്? ജവഹർലാൽ നെഹ്റു ഒന്നല്പം ചിരിച്ചു, പൊട്ടിച്ചിരിച്ചു. അടുത്ത 3 ജനറൽ ഇലക്ഷനിൽ ഞാൻ മത്സരിക്കും, ഞാൻ ജയിക്കും, ഞാനായിരിക്കും പ്രധാനമന്ത്രി, നിങ്ങൾ അതിനുശേഷം ചിന്തിക്കാമെന്ന് പറഞ്ഞ അദ്ദേഹം തിരക്കിട്ട് അദ്ദേഹം ഡൽഹി ഫ്ലൈറ്റിൽ കയറി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഒരു ശോക ഗാനമായിട്ടാണ് ഓൾ ഇന്ത്യ റേഡിയോ രാവിലെ ഉണർന്ന ജനത്തിന് കേൾക്കാൻ കഴിഞ്ഞത്. ജവഹർലാൽ നെഹ്റു പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന്. ഇത്രയുള്ളു പ്രിയരെ മനുഷ്യ ജീവിതം. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിൽ. എങ്കിൽ പിന്നെ എന്തു ശങ്ക, മാറ്റമൊന്നുമില്ലതിൽ. നാം കടന്നുപോകും. കർത്താവിന് സ്തോത്രം. ഈ ഭൂമി വിട്ട് നാം പോകേണ്ടി വരും, ഈ ഭൂമിയിൽ നാം മാറ്റപ്പെടേണ്ടി വരും. അത്രയുള്ള മനുഷ്യ ജീവിതം. ഈ ഉള്ള കാലം നമ്മുടെ ജീവിതത്തിന്റെ നിസ്സാരത്വം തിരിച്ചറിഞ്ഞ് ഏതു മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസം എത്രയാകുന്നു, മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. ഇങ്ങനെയുള്ളതായ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് നമ്മുടെ നിസ്സാരത്വം കണ്ടെത്തി ദൈവസേനയിൽ നമ്മെ തന്നെ താഴ്ത്തുക. നമ്മുടെ ഉള്ള അവസ്ഥ ദൈവത്തോട് തുറന്നു പറയുക. ഈവൻ മനുഷ്യരുടെ മുമ്പിൽ പോലും പൊങ്ങച്ചം പറയരുത്. എനിക്കതുണ്ട്, എനിക്കിതുണ്ട്, ഇല്ലാത്തത് പെരുപ്പിച്ച് പറയുന്ന പ്രകൃതം അത് തെറ്റാണ്, അത് പാപമാണ്. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, പത്രോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ ലഭിച്ച ഒരു വലിയ ഭാഗ്യം, അദ്ദേഹം ഉള്ളത് പറഞ്ഞു. നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. അല്പം അഭിമാനമുള്ളവർ പറയും അവർ സ്വന്തം അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ലെന്ന് പറയാൻ അവർക്ക് മടിയാണ്. അഭിമാനവും കുടുംബ മഹിമയും സമൂഹത്തിൽ ഉന്നത പദവിയുള്ളവര് അവര് യാഥാർത്ഥ്യം മറച്ചു വെച്ച ചില വ്യാജങ്ങൾ ചിലപ്പോൾ പറയാറുണ്ട്. ഉള്ളതുള്ളതുപോലെ പറയുന്നതാണ് ഏറ്റവും അഭികാമ്യം. ദൈവത്തിന് മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും നിങ്ങൾക്കില്ലേ, ഇല്ലതില്ലാത്ത പോലെ പറയൂ. ഉണ്ടോ, ഉള്ളത് മാത്രമേ പറയാവൂ. ഇല്ലാത്തത് ഉണ്ടെന്ന് നാം ഭാവിക്കരുത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുതെന്ന്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം മറ്റുള്ളവരോട് പൊങ്ങച്ചം പറയുന്നവരാണോ, നമ്മെ തന്നെ ഉയർത്തി പറയുന്നവരാണോ? അത് ഭൗതിക ജീവിതത്തിൽ മാത്രമല്ല, ആത്മീയ ജീവിതത്തിലും. ഒരു 10 പ്രസംഗിച്ചു, അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ പ്രസംഗം തുടങ്ങി, അതിലെല്ലാം ഒരു അഭിമാനം, അഭിമാനം മൂത്ത് അത് അഹങ്കാരമായി തീരുന്നു. ദൈവത്തിന്റെ കൃപാവരം ദൈവം സൗജന്യമായി സഭയുടെ ആത്മീയവർദ്ധനയ്ക്ക് കൊടുത്തിരിക്കുന്നു. പക്ഷേ കൃപാവരങ്ങളുണ്ട് എന്ന് കരുതി തലപൊക്കി നടക്കുന്ന ആളുകളുണ്ട്. ഞാൻ ആരെയും ഉന്നം വെച്ചല്ല പറയുന്നത്. എല്ലാം ദാനമല്ലേ പറയേ, എല്ലാം ദാനമല്ലോ. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടി, എല്ലാം ദാനമല്ലോ, എല്ലാം ദാനമല്ലോ, നാഥ നിൻ കൃപയാൽ ദാനമല്ലോ. എല്ലാം ദാനമല്ലോ, എല്ലാം ദാനമല്ലോ, നാഥ നിൻ കൃപയാൽ ദാനമല്ലോ. എല്ലാം ദാനമല്ലോ, എല്ലാം ദാനമല്ലോ, നാഥ നിൻ കൃപയാൽ ദാനമല്ലോ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യും, എപ്പോഴും നന്ദിയാൽ പാടും. എല്ലാറ്റിനും സ്തോത്രം ചെയ്യും, എപ്പോഴും നന്ദിയാൽ പാടും. എല്ലാം ദാനമല്ലോ, എല്ലാം ദാനമല്ലോ, നാഥ നിൻ കൃപയാൽ ദാനമല്ലോ. എല്ലാം ദാനമാണ്. ആയുസ് ദാനം, ആരോഗ്യം ദാനം, സമ്പത്ത് ദാനം. നമുക്ക് എന്തെങ്കിലും നന്മയുടെ ഒരു വശമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമാണ്. ഒന്നും സ്വന്തമല്ല എന്ന് കണ്ടെത്തി ദൈവസന്നിധിയിൽ എളിമപ്പെടുത്തുന്നതാണ് ആത്മീക എളിമ, ആന്തരിക എളിമ. കർത്താവിന് സ്തോത്രം. അതിന് ദൈവസന്നിധിയിൽ പ്രതിഫലമുണ്ട്. പ്രിയപ്പെട്ടവരെ, പത്രോസ് അപ്പോസ്തലൻ ജീവനുള്ള ക്രിസ്തുവിന്റെ അടുക്കൽ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ ഒത്തിരി നാളായി മീൻപിടുത്തം അറിയാവുന്നവനാണ്, ബാല്യകാലം മുതൽ മീൻപിടുത്തമുണ്ട്, ഞാൻ ചെറുപ്പം മുതൽ മീൻ പിടിച്ചു,
കുറച്ച് വ്യാജവാക്കുകളും കുറച്ച് ഇല്ലാത്തതൊക്കെ പൊങ്ങച്ചങ്ങൾ അടിച്ചുവിടുകയല്ലേ ചെയ്തത്. നാഥ, എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവനാണ്, പക്ഷേ ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ല. ഓഹോ, അതൊരു അനുഗ്രഹത്തിന്റെ തുടക്കമാണ്, അതൊരു വളർച്ചയുടെ തുടക്കമാണ്, അതിന് ദൈവിക നന്മ നമ്മുടെ മേൽ പകരുന്നതിന്റെ തുടക്കമാണ്, നാന്ദിയാണത്. കർത്താവേ, എല്ലാം കൃപ, എല്ലാം ദാനം. ഞാൻ ഇടയ്ക്കെല്ലാം എൻ്റെ ഓഫീസിൽ, നല്ല ഓഫീസ്, എൻ്റെ സഹോദരൻ്റെ സ്ഥാപനത്തിൽ ഞാൻ അവിടെ പോയിരിക്കുമ്പോൾ ഞാൻ ഇരിക്കുന്നതിൻ്റെ പിന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, കർത്താവായ യഹോവേ, നീ എന്നെ എത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനാര്, എൻ്റെ ഗ്രഹവും എന്തുള്ളൂ. ഞാൻ ആ കസേരയിലിരിപ്പാൻ യോഗ്യനല്ല, എനിക്ക് നന്നായി അറിയാം. അതിലുപരിയായി ഞാൻ ഇന്ന് കർത്താവിൻ്റെ വേല ചെയ്യാൻ, കർത്താവിന് വചനം പറയുവാനും കർത്താവിനെ സാക്ഷിപ്പാനുമായി നിൽക്കുമ്പോൾ ഓർക്കും, കർത്താവേ, അവിടുത്തെ ദാനമല്ലോ. ഹല്ലേലൂയ. കഴിവല്ല, കൃപയാണ്. ബലമല്ല, ദയയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നാം നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ ദൈവം നമ്മെ ഉയർത്തും. ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്വീൻ, അവൻ നിങ്ങളെ ഉയർത്തും. പത്രോസ് താണു. പത്രോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എന്നുള്ള ആ എളിമയുടെ സ്വരത്തിന്റെ മുന്നിൽ സ്വർഗം എങ്ങനെയാണ് പ്രതികരിച്ചത്? യേശു എന്താണ് ചെയ്തത്? പത്രോസിന് അതുമൂലം എന്ത് കിട്ടി? എല്ലാം നമുക്ക് അടുത്ത മെസ്സേജിൽ ശ്രദ്ധിക്കാം. നിങ്ങൾ ഇത്രയും പേര് വളരെ താല്പര്യത്തോടെ നിങ്ങൾ ഈ തിരുവചനം എല്ലാം കേൾക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ പ്രസംഗം കേട്ടതിന് ശേഷം എത്രയോ പേര് വിളിക്കുന്നു പ്രാർത്ഥിക്കാൻ, എത്രയോ പേര് ഹൃദയം തുറന്ന് സംസാരിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഞങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, കോൺടാക്ട് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, വിശ്വസ്തയോടെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വെളുപ്പിന് 4:30 എന്നും പ്രാർത്ഥനയുണ്ട്. ഞങ്ങളുടെ പ്രയർ ഡെസ്കിൽ നിന്നും നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കർത്താവ് സ്തോത്രം. കർത്താവ് നിങ്ങളെ നടപടിയായി അനുഗ്രഹിക്കട്ടെ. എളിമയോടെ ദൈവസന്നിധിയിൽ എത്തുക. ഭീരുവാദങ്ങളോ പൊങ്ങച്ചങ്ങളോ ഒന്നും പറയാതെ കർത്താവിന്റെ സന്നിധിയിൽ താഴുക. കർത്താവ് നിങ്ങളെ ഉയർത്തും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.